മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവികാരുണ്യനാഥൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നഴ്സസ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ദിവികാരുണ്യ ആരാധനയിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ധാരാളം നഴ്സുമാർ നമ്മളെ അറിയിക്കാറുണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങൾ. മക്കളുടെ അസുഖങ്ങൾ മാറിയതും, ജോലി മേഖലയിലെ പ്രശ്നങ്ങൾ മാറിയതും, ജീവിതത്തിലെ രോഗാവസ്ഥകൾ മാറിയതും, കടബാധ്യതകൾ മാറിയതുമൊക്കെ. അതേ പ്രിയമുള്ളവരെ, 2 മക്കബായർ 8:18 ഇപ്രകാരം പറയുന്നു: തനിക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും ഒരു അങ്കുലീയ ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിവുള്ള ദൈവമായ കർത്താവിലാണ് നമ്മുടെ പ്രത്യാശ. അതെ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഈ സമയം നമ്മുടെ എല്ലാ വേദനകളെയും ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലെ വേദനകളിലേക്ക്, മുറിവുകളിലേക്ക് കർത്താവിൻ്റെ സ്നേഹം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങിയാലല്ലേ നമുക്ക് നാം ശുശ്രൂഷിക്കുന്ന രോഗികളുടെ മുറിവുകൾ ഉണക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കൂടെ സങ്കടപ്പെട്ട് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ സമയം ദിവികാരുണ്യ ആരാധനയിൽ നമുക്ക് പങ്കുചേർന്നുകൊണ്ട് ഈശോയുടെ സ്നേഹത്താൽ, സൗഖ്യത്താൽ, പ്രത്യാശയാൽ നമ്മുടെ ഹൃദയം നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ഖത്തറിലെ ജോയി അച്ഛനോടും അവിടുത്തെ നഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങളോടും ചേർന്ന് ഈ ദിവികാരുണ്യ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം. ഈശോ പോകും വഴിയരികിൽ ഈറൻമിഴികളുമായി ഞാൻ എത്ര നാളായി കാത്തിരിപ്പോ, എന്നു തീരുമെൻ്റെ മോഹം. അന്ധനായ യാചകൻ ഞാൻ, ആരുമില്ല ചാരേ, അങ്ങു മാത്രമെൻ്റെ സ്വപ്നം, കാഴ്ചയേകും ദിവ്യസ്പർശം. ഈശോ പോകും വഴിയരികിൽ ഈറൻമിഴികളുമായി ഞാൻ. ഈശോ ഈശോ എൻ്റെ ഈശോ, അങ്ങേയ്ക്കായി കാത്തിരിപ്പോ. ഈശോ ഈശോ എൻ്റെ ഈശോ, അങ്ങേയ്ക്കായി കാത്തിരിപ്പോ. ഹൃദയം നുറുങ്ങി കരയുന്നു ഞാനും, അങ്ങെന്നെ കാണണമേ. ഹൃദയം കരയുന്നു ഞാനും, അങ്ങെന്നെ കാണണമേ. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാനായിട്ട് അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ലോകം മുഴുവനുമുള്ള 5 വൻകരകളിലുള്ള എല്ലാ നേഴ്സുമാരെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് എടുത്തുയർത്താം. അവരേതവസ്ഥയിലായിരുന്നാലും ഈ നിമിഷം ദിവികാരുടെ നാഥനിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന നിമിഷമാണ്. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഈ നിമിഷം
നാം ആയിരിക്കുന്ന ഹോസ്പിറ്റലുകളിലുള്ള നേഴ്സുമാരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷ ഇപ്പോൾ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ വലിയ ശക്തി ഒഴുകുന്ന നിമിഷങ്ങളാണ്. ഇതാ രാജാതിരാജനായ ഈശോ നമ്മെ തേടി നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. നിയമാവർത്തനം 4:17 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നില്ലേ പ്രിയപ്പെട്ടവരെ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ തേടി വന്നിരിക്കുന്നത് നമ്മൾ നല്ലവരായത് കൊണ്ടല്ല. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അവിടെ നമ്മളെ സ്നേഹിക്കുന്നു. നാം ഏത് പാപത്തിൻ്റെ അവസ്ഥയിലായിരുന്നാലും, എത്ര തകർന്ന അവസ്ഥയിലായിരുന്നാലും, പ്രിയപ്പെട്ട മകനെ മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 3:16 ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നില്ലേ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം പ്രിയപ്പെട്ട മകനെ മകളെ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. അവിടുന്ന് സ്നേഹമാണ്. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് നമ്മെ തേടി വന്നിരിക്കുന്നത് നാം നല്ലവരായത് കൊണ്ടല്ല, നമ്മെ അവിടുന്ന് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നാം കാണുന്നില്ലേ, ഇതാ ഈശോ ചുങ്കക്കാരനും പാപിയുമായ മത്തായിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. അവനെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ, അവൻ പാപിയാണെന്ന് പറഞ്ഞപ്പോൾ, ഈശോ ഇത് അവൻ്റെ വീട്ടിൽ അവനോടൊത്ത് ഭക്ഷണത്തിനിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മത്തായിയുടെ കുറ്റങ്ങൾ പറഞ്ഞപ്പോൾ ഈശോ അതൊന്നുമല്ല നോക്കിയത്. ഈശോ മത്തായിയുടെ പഴയതൊന്നും നോക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ മത്തായിയുടെ ഇന്നലകൾ നോക്കിയില്ല. ഈശോ ആരുടെയും ഇന്നലകൾ നോക്കുന്നില്ല. ഈശോ പാപിയും ബലഹീനനുമായ മത്തായിയിൽ കണ്ടത് തൻ്റെ ഏറ്റവും വലിയൊരു അപ്പസ്തോലനെയാണ്. പാപിയായ ചുങ്കക്കാരനായ മത്തായിയുടെ പഴയതൊന്നും നോക്കാതെ അവനെ സ്നേഹിച്ച് അവനെ തൻ്റെ അപ്പസ്തോലൻ്റെ ചുമതല ഏൽപ്പിച്ച കർത്താവ് ഇതാ ഈ നിമിഷം ലോകം മുഴുവനുമുള്ള എല്ലാ നേഴ്സുമാരെയും അവിടുന്ന് വിളിക്കുന്നു, തൻ്റെ സ്നേഹത്തോട് ചേർക്കാനായിട്ട്, തൻ്റെ മാറോട് ചേർക്കുവാനായിട്ട്. നമ്മുടെ ഇന്നലകളിൽ നാം എന്തുമായിക്കൊള്ളട്ടെ, അവിടുന്ന് അതൊന്നും പരിഗണിക്കുന്നില്ല. ഈ നിമിഷം നീ എനിക്കായി തരുമോ? പ്രിയപ്പെട്ട മകനെ മകളെ, നിൻ്റെ ഹൃദയം നീ എനിക്കായി തരുമോ? ഈശോ നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ കഴിവുകളോ നമ്മുടെ യോഗ്യതകളോ ഒന്നും നോക്കിയിട്ടല്ല നമ്മളെ വിളിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇന്ന് ഈ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ലോകം മുഴുവനുള്ള എല്ലാ നേഴ്സുമാരെയും തൻ്റെ വലിയ പദ്ധതികൾക്കായിട്ട് ഈശോ വിളിക്കുന്നു. ഈശോ അവൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യും. പ്രിയപ്പെട്ടവർ, ഈ നിമിഷം നമുക്ക് വിശ്വസിക്കാം, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി പാവപ്പെട്ട നേഴ്സുമാരായ നമ്മുടെ കരങ്ങൾ വഴി അവിടുന്ന് ചെയ്യും. ഈ ഒരു ബോധ്യത്തോടെ 5 വൻകരകളിലുമുള്ള എല്ലാ നേഴ്സുമാരെ നമ്മുടെ കരങ്ങളിലേക്ക് ഉയർത്താം. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ലോകം മുഴുവനുമുള്ള എല്ലാ നേഴ്സുമാരിലൂടെയും ജനകോടികളിലേക്ക് ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ശുശ്രൂഷാ മേഖലകളെ, നമ്മുടെ ഹോസ്പിറ്റലുകളെ, നമ്മുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാം ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നമ്മുടെ കരങ്ങളിലൂടെ അവിടുന്ന് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. ശിയബുഖറസിയ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന്
നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പാപിയും ബലഹീനനുമായ മത്തായിയെ തേടി വന്നപ്പോൾ, അവൻ്റെ അടുക്കലേക്ക് ഈശോ വന്നപ്പോൾ, അവനിലേക്ക് തൻ്റെ കരുണയും സ്നേഹവും ഒഴുക്കിയപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി മാറി. ഇതിലെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 15-16 തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും, ഞാൻ തന്നെ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ കണ്ടുപിടിക്കും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഈശോയാണ് നമ്മളെ അന്വേഷിച്ച് വരുന്നത്. അവിടുന്നാണ് നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നത്. അവിടുന്നാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. എന്തെന്നാൽ ക്രൂശിതനായ ഈശോ തകർക്കപ്പെട്ടത് എനിക്കും നിനക്കും വേണ്ടിയാണ്. ക്രൂശിതനായ ക്രിസ്തു കാൽവരിയിൽ ഒരു ബലിയാഗമായി തീർന്നത് നമുക്ക് വേണ്ടിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: നമ്മളുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഈശോ തൻ്റെ സൗഖ്യവും ജീവനും എല്ലാം നമ്മളിലേക്ക് ഒഴുക്കുകയാണ്. ഈശോയുടെ മുൻപിലായിരിക്കുന്ന ഈ നിമിഷം സൂര്യപ്രകാശത്തിൽ ഒരു കല്ല് കടന്നാൽ അത് ചൂട് പിടിക്കാനായിട്ട് ഒന്നും ചെയ്യണ്ട, അത് തനിയെ ഇരുന്നാൽ മതി. അത് തനിയെ ചൂട് പിടിക്കുന്നത് പോലെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മളിലേക്ക് അവിടുത്തെ സൗഖ്യം ഒഴുകുകയാണ്. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമാക്കപ്പെട്ടു. അവൻ്റെ സൗഖ്യം നമ്മളിലേക്ക് ഒഴുകുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുകയാണ്. ഈ നിമിഷം നമുക്കത് സ്വീകരിക്കാം. അവിടുത്തെ കൃപയും സൗഖ്യവും ലോകം മുഴുവനുള്ള എല്ലാ നേഴ്സുമാരിലേക്ക് ഒഴുകട്ടെ, അവരുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, അവരുടെ മക്കളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ മനസ്സിനേറ്റ എല്ലാ വേദനകളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആരോടും പറയാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എല്ലാം ഈശോ അറിയുന്നു. എല്ലാവരാലും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും അവഹേളിക്കപ്പെട്ടപ്പോഴും കുറ്റം വിധിച്ചപ്പോഴും നമ്മുടെ മനസ്സിനേറ്റ നൊമ്പരങ്ങൾ എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം എന്തു തന്നെയാണേലും ഈ നിമിഷം ഇതാ നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരണനാഥൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നിന്റെ കണ്ണീർ കണങ്ങൾ കണ്ടിട്ടുണ്ട്, നിന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, അത് അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ വേദനകൾ അവിടുന്ന് അറിയുന്നു. നിന്റെ വേദനകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നമ്മുടെ ഭാരങ്ങൾ, വേദനകൾ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാ വേദനകളും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് എല്ലാം അറിയുന്നു, അവിടുന്ന് എല്ലാത്തിനും മതിയായവനാണ്. നമുക്ക് ഒരു നിമിഷം കൂടെ നമ്മുടെ ഇരു കരങ്ങൾ ഉയർത്തി നമ്മുടെ വേദനകൾ, വിഷമങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനുള്ള എല്ലാ നേഴ്സുമാരുടെ വേദനകൾ നമുക്ക് സമർപ്പിക്കാം. അത് നമ്മുടെ വേദനകളായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ,
ദിവ്യകാരുണ്യ ഈശോയെ, കുടുംബങ്ങളിലും ജോലി മേഖലകളിലും ശാരീരികവും മാനസികവുമായി പീഡിക്കപ്പെടുന്ന എല്ലാ നഴ്സുമാരെയും, ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സുമാരെയും ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ഞങ്ങൾക്ക് വേണ്ടി വേദനകളും സഹിച്ച് പാടുപീഡകൾ ഏറ്റെടുത്ത നല്ല തമ്പുരാനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും വേദനകൾ സൗഖ്യപ്പെടുത്തി ലോകം മുഴുവനിലും ഭവനങ്ങളിലും ജോലി മേഖലകളിലും വളരെയധികം വേദനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ വചനത്താലെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താലെ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുറിവുകളും അങ്ങേ തിരുമുറിവുകളാക്കി മാറ്റി അങ്ങയുടെ സഹനത്തോട് ഞങ്ങളെ ചേർത്ത് വെച്ച് മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരുൾ ചെയ്ത എൻ്റെ നല്ല ദൈവമേ, ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകിച്ച് നഴ്സുമാരുടെ ഇടയിൽ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന എല്ലാ ഞങ്ങളുടെ സഹോദരങ്ങളെയും അവരുടെ പലവിധ അസുഖങ്ങളാൽ വിഷമിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ക്യാൻസർ എന്ന രോഗത്താൽ വിഷമിക്കുന്ന മക്കളെ പ്രത്യേകമായി അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ പലവിധ അസുഖങ്ങളാൽ വിഷമിക്കുമ്പോൾ ഈശോയെ, അവരെയും അവരെ ശുശ്രൂഷിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പൊന്നുതമ്പുരാനെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചന പ്രകാരം മരുന്നോ ലേപന ഔഷധമോ അല്ല, ദൈവത്തിൻ്റെ വചനമായ യേശുവാണ് എന്നെ സൗഖ്യപ്പെടുത്തുന്നത് എന്ന വചനത്തിൻ്റെ അഭിഷേകം അയച്ച് കർത്താവെ, അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞങ്ങളിലേക്ക് ഒഴുക്കി ഈ ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികളെയും ഈ നിമിഷം അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം ത്യാഗമെന്നോദി കുരിശിൽ മരിച്ചൊരു നാഥ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് തരുന്നു. ഈശോയെ, 2 കോടി നഴ്സുമാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോയെ, ശാരീരികമായും മാനസികമായി വേദനിക്കുന്ന മക്കളിലേക്ക് ഈശോയെ അങ്ങയുടെ സൗഖ്യം ഒഴുക്കണമേ. ഈശോയെ, ആരോടും പറയാൻ പറ്റാത്ത വേദനിച്ച് വിഷമിച്ച് കഴിയുന്ന ഓരോ മക്കളിലേക്കും ഈശോയെ അങ്ങയുടെ സൗഖ്യം ഒഴുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈശോയെ, ഭൂതകാലത്തിൻ്റെ ഓരോ നൊമ്പരങ്ങളും വേദനിക്കുന്ന ഓർമ്മകളിലും കഴിയുന്ന ഓരോ മക്കളിലേക്കും ഈശോയെ അങ്ങയുടെ സൗഖ്യം ഒഴുക്കി ഓരോ മക്കളെയും സുഖപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ദിവികാരുണ്യനാഥൻ നമ്മോട് പറയുന്നു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഇനിയും നമുക്ക് സൗഖ്യം ലഭിക്കേണ്ട മേഖലകളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. രോഗികളായി കഴിയുന്ന നേഴ്സുമാർ, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ, ക്യാൻസർ രോഗത്താൽ വലയുന്നവർ, ഗർഭാശയ സംബന്ധമായ രോഗത്താൽ കഴിയുന്നവർ, ശ്വാസകോശ രോഗങ്ങളാൽ കഴിയുന്നവർ, ഇവരിലേക്കെല്ലാം ഈ നിമിഷം ഈശോയുടെ സൗഖ്യം ഒഴുകട്ടെ.
എല്ലാ വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ മുറിവിനാൽ നിങ്ങൾ ഉള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 107:20 ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന നിമിഷമാണ്. നമ്മുടെ രോഗത്തിലേക്ക്, നമ്മുടെ തകർച്ചകളിലേക്ക് ദൈവം തൻ്റെ വചനം അയക്കുന്ന നിമിഷങ്ങളാണിത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാം, അവിടെ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഇനിയും നമുക്ക് സൗഖ്യം ലഭിക്കേണ്ട മേഖലകളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ജീവിക്കുന്ന ഈശോ ഇന്നും ജീവിക്കുന്നവനാണ്. അവിടെ നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തി ഇരു കരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഈശോയെ എന്ന് വിളിക്കാൻ പ്രിയപ്പെട്ടവരെ. ലോകത്തിന്റെ മേൽ അധികാരമുള്ള നാമം, എല്ലാ നാമങ്ങൾക്കും മേലായ നാമം, പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നാമം, സ്വർഗം തുറക്കപ്പെടുന്ന നാമം, നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമം, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന നാമം. പ്രിയപ്പെട്ട മകനെ, മകളെ, എല്ലാ നാമങ്ങൾക്കും മേലായി നാമം വിളിക്കാം. നമുക്ക് ഈശോയെ എന്ന് വിളിച്ച് പ്രിയപ്പെട്ടവർ. ഈശോ, ഈശോ, എൻ്റെ ഈശോ, അങ്ങേയ്ക്കായി കാത്തിരിപ്പൂ. ഹൃദയം നുറുങ്ങി കരയുന്നു ഞാനും, അങ്ങെന്നെ കാണണമേ. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈശോയുടെ ഈ സൗഖ്യം കിട്ടുന്നതിന് മുൻപ് ലോകപ്രകാരം ജീവിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ ഈശോയുടെ സൗഖ്യം ഫ്രാൻസിസിലേക്ക് ഒഴുകിയപ്പോൾ കുഷ്ഠരോഗികളെ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഫ്രാൻസിസ് ഒരിക്കൽ തൻ്റെ യാത്രക്കിടയിൽ ഒരു കുഷ്ഠരോഗിയെ കാണുവാനായിട്ട് ഇടയായി. വലിയ പ്രയാസത്തിൽ ഒന്ന് നടക്കുവാൻ പോലും കഴിയാതിരുന്ന ആ കുഷ്ഠരോഗി ഫ്രാൻസിസിന് നേരെ തൻ്റെ കരങ്ങൾ നീട്ടി. വിശുദ്ധ ഫ്രാൻസിസ് ഉടനടി തൻ്റെ കുതിരയിൽ നിന്ന് താഴെ ഇറങ്ങി ആ കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്തെങ്കിലും വേണമെന്ന ഭാവത്തിൽ കുഷ്ഠരോഗി ഫ്രാൻസിസിൻ്റെ നേരെ കരങ്ങൾ നീട്ടി. ഫ്രാൻസിസിൻ്റെ ഹൃദയം തുടിച്ചു, മനമിളകി. ആ രോഗിയെ ഫ്രാൻസിസ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അയാളുടെ കൈ ചുംബിച്ചു. ഫ്രാൻസിസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് നാണയങ്ങൾ ആ കുഷ്ഠരോഗിക്ക് കൊടുത്തു. തൻ്റെ യാത്ര തുടരുവാനായി അദ്ദേഹം വീണ്ടും തൻ്റെ കുതിരപ്പുറത്ത് കയറി. ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തെന്നില്ലാത്തൊരു ആനന്ദം, ഒരു സംതൃപ്തി മനസ്സിൽ കളിയാടി. യാത്ര തുടരുവാനായി തൻ്റെ കുതിരപ്പുറത്ത് കയറിയ അദ്ദേഹം ഒരു നോക്ക് കൂടി ആ കുഷ്ഠരോഗിയെ കാണുവാനായിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. അത്ഭുതം എന്ന് പറയട്ടെ, അയാളെ അവിടെ എങ്ങും കണ്ടില്ല. വിശാലമായ മൈതാനം. കുഷ്ഠരോഗി ഇത്ര വേഗം എങ്ങോട്ട് പോകുവാനാണ്? നടന്നു പോവുക സാധ്യമല്ല. മറഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ, മറഞ്ഞുപോയി. അതെ, ദിവ്യനാഥനായ ഈശോ ഫ്രാൻസിസിൻ്റെ ചുംബനം സ്വീകരിക്കുവാനായിട്ട് വഴിയരികിൽ കാത്തു നിൽക്കുകയായിരുന്നു ഒരു കുഷ്ഠരോഗിയായി. ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു തന്നപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. കുഷ്ഠരോഗിയായ ഈശോ ഒരു ഫ്രാൻസിസിൻ്റെ ചുംബനം മേടിക്കുവാനായിട്ട് ആ കുഷ്ഠരോഗിയിൽ മറിഞ്ഞിരുന്നത് പോലെ നാം ശുശ്രൂഷിക്കുന്ന രോഗികളിൽ ഈശോ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു തന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നേഴ്സുമാരായ നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളിലും ഈശോയുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്.
ആ ആലയം നിങ്ങൾ തന്നെ. നാം ശുശ്രൂഷിക്കുന്ന രോഗികൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മക്കളാണ്. ഇതാ സൗഖ്യം കിട്ടിയ ഫ്രാൻസിസ് ആ കുഷ്ഠരോഗിക്ക് തൻ്റെ ചുംബനം കൊടുത്തപ്പോൾ ഫ്രാൻസിസിലൂടെ ആ കുഷ്ഠരോഗിയിലേക്ക് സൗഖ്യം ഒഴുകി. ആ കുഷ്ഠരോഗി ഒരു ഈശോയായി മാറി. പ്രിയപ്പെട്ടവരെ, ഈശോ ദിവ്യകാരുണ്യ നാഥൻ ഈ നിമിഷം നമ്മളിലേക്ക് തൻ്റെ കരുണയും സ്നേഹമെല്ലാം ഒഴുക്കുകയാണ്. സൗഖ്യം ലഭിച്ച മക്കളായ നാം നേഴ്സുമാർ നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലേക്ക് ഇറങ്ങി രോഗികളെ പരിചരിക്കുമ്പോൾ, അവരെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളിലൂടെ ഈശോയുടെ കരുണ അവരിലേക്ക് ഒഴുകുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന നമ്മൾ ഒരു ക്രിസ്തുവായി മാറുന്നു. നാം ആരെ ശുശ്രൂഷിക്കുന്നോ, നമ്മുടെ കരുണ, ഈശോയുടെ കരുണ ആർക്ക് ലഭിക്കുന്നോ, അവരും മറ്റൊരു ക്രിസ്തുവായി മാറുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, സംസാരിക്കുന്ന നാവിനേക്കാൾ നല്ലത് പ്രവൃത്തി ചെയ്യുന്ന കരങ്ങളാണെന്ന്. നാം ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ കരങ്ങൾ അഭിഷേകമുള്ള കരങ്ങളാകട്ടെ. പ്രിയപ്പെട്ടവരെ, രോഗികളെ തൊടുന്ന മാത്രയിൽ തന്നെ അവരിലേക്ക് സൗഖ്യവും ഈശോയുടെ കരുണയും ഒഴുകട്ടെ. രോഗികൾ നമ്മളോട് ചോദിക്കണം, ഈ നേഴ്സിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഈ നേഴ്സിൽ ഞാൻ എന്തോ വ്യത്യസ്തമായ ഒന്ന് കാണുന്നല്ലോ. അത് മറ്റൊന്നുമാകരുത്. ഈശോയുടെ കരുണ, ഈശോയുടെ സ്നേഹം, ഈശോയുടെ നാമം ഉയർത്തുന്ന കരങ്ങളാകട്ടെ നമ്മുടെ കരങ്ങൾ. ലോകം മുഴുവനുള്ള എല്ലാ നേഴ്സുമാരുടെ ശുശ്രൂഷ മേഖലകളും നമുക്ക് ഈ നിമിഷം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇതാ ദിവ്യകാരുണ്യ നാഥൻ നമ്മെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണിത്. നമുക്കവിടുത്തെ ആരാധിക്കാൻ. പ്രിയപ്പെട്ടവരെ, ദൈവാരാധനയുടെ സമയത്ത് വലിയ ദൈവിക ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ശുശ്രൂഷ മേഖലകളിലേക്കും നിറയപ്പെടുന്ന സമയങ്ങളാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നു. നമുക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് നാം പറഞ്ഞ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ ആവശ്യങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളെ കരുണയുടെ മുഖങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളിലൂടെ അനേകം രോഗികൾ സൗഖ്യമാകട്ടെ. കരുണ ലോകത്തിലേക്ക് ഒഴുകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അപ്പാ, നിന്റെ കരുണയുടെ മുഖം കാണിക്കുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നമുക്ക് ആരാധിക്കാൻ. പ്രിയപ്പെട്ടവരെ, സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുനാഥൻ ആരാധന, ദൈവപിതാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷിയബുഖാര ബുഖാര. ഓ ഹല്ലേലൂയ. ദൈവപിതാവിന് ആരാധന, 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 ദൈവപിതാവിന് ആരാധന. കരങ്ങൾ വീശി ഹല്ലേലൂ, 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 ഹല്ലേലൂയ. ഹല്ലേലൂ, 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 ഹല്ലേലൂയ. ഹല്ലേലൂ, 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 ഹല്ലേലൂയ. ഹല്ലേലൂ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറച്ച സ്നേഹത്തിനെയും സന്തോഷത്തിനെയും ഒക്കെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഭൗതികമായും ആത്മീയമായും ധാരാളം അനുഗ്രഹങ്ങളാണ് ഈശോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദുബായിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുടെ പാസ്പോർട്ട് കമ്പനിയിലാണ്. അതൊന്ന് തിരിച്ചു കിട്ടുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു.
പലപ്പോഴായി അവരെ സമീപിച്ചു, പക്ഷേ കിട്ടുന്നില്ല. ഒരു ദിവസം അദ്ദേഹം ചാപ്പലിൽ പോയി ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിച്ചു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് ആ പാസ്പോർട്ട് കയ്യിൽ തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ 3 മാസത്തെ വിസിറ്റിന് വേണ്ടി ദുബായിൽ ജോലി അന്വേഷിച്ചു വന്ന ഒരു വ്യക്തി 3 മാസം തീരുവാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരുന്നു, എൻ്റെ ഈശോയെ, എനിക്കൊരു ജോലി തരണമേ. പിറ്റേ ദിവസം തന്നെ ഒരു കമ്പനിയിൽ നിന്ന് കോൾ വരികയും അദ്ദേഹത്തിന് ആ ജോലി ലഭിക്കുകയും ചെയ്തു. ഇത് ഭൗതികമായ വശം മാത്രം. ആത്മീയമായി പറയുകയാണെങ്കിൽ ഈശോയോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയുന്നു. നാം ഈശോയുമായി ഒന്നായിത്തീരുന്നു. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലികളും ഓരോ പ്രവൃത്തികളും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ലോകത്തിലെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കണം. കാരണം ആരും പ്രാർത്ഥിക്കാനില്ലാത്തതിൻ്റെ പേരിൽ അനേകം ആത്മാക്കളാണ് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രോഗീ ശുശ്രൂഷകളിൽ എത്ര ജോലികളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നൈറ്റും ഡേയും ഒക്കെ ആയിട്ട്. ഈ ശുശ്രൂഷകളെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ലോകത്തിലെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, നാം ശുശ്രൂഷിക്കുന്ന രോഗികളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കുകയാണെങ്കിൽ ഈശോയുടെ തിരുഹൃദയം എത്രമാത്രം സന്തോഷിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.